മൂന്നാറിലേക്ക് ടൂറ് പോകാൻ 3 അംഗ സംഘം കണ്ടെത്തിയ മാർഗം കവർച്ച. കാഞ്ഞിരപ്പള്ളി ആനക്കല്ലിലെ വീട് കുത്തിത്തുറന്ന് സ്വർണവും പണവും കവർന്ന സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത 2 പേരടക്കം 3 പേരാണ് പിടിയിലായത്. മുഖംമൂടിയും പർദ്ദയും ധരിച്ചായിരുന്നു മോഷണം. 75,000 രൂപയും 3 പവൻ സ്വർണവും കവർന്ന കേസിൽ CCTV ദൃശ്യങ്ങളാണ് കേസന്വേഷണത്തിൽ നിർണായകമായത്. കഴിഞ്ഞ മെയ് 24-ന് അർദ്ധരാത്രിയായിരുന്നു മോഷണം. കാഞ്ഞിരപ്പള്ളി ആനക്കല്ല് സ്വദേശിയായ ആന്റണി ജോസഫിന്റെ വീട്ടിൽ മോഷണം നടത്തിയ 3 പേരാണ് പോലീസിന്റെ പിടിയിലായത്. കാഞ്ഞിരപ്പള്ളി കൊടുവന്താനം സ്വദേശി അജിത് അനിലാണ് കേസിൽ 1-ാം പ്രതി. പിടിയിലായ മറ്റ് 2 പേർക്കും പ്രായപൂർത്തിയായിട്ടില്ല. മോഷണം നടക്കുന്ന ദിവസം വീട്ടുടമ ആന്റണി ജോസഫ് ബാംഗ്ലൂരിലെ ബന്ധുവിന്റെ വീട്ടിലായിരുന്നു. ഇത് മനസ്സിലാക്കിയ സംഘം കാറിൽ ആന്റണിയുടെ വീട്ടിലെത്തി. മുൻവാതിൽ കുത്തിത്തുറന്ന് അകത്ത് കയറി. മുഖം മൂടിയും പർദ്ദയും ധരിച്ചായിരുന്നു മോഷണം. 75,000 രൂപയും 3 പവൻ സ്വർണവും മോഷ്ടാക്കൾ കവർന്നിരുന്നു. സ്വർണം പണയം വച്ച ശേഷം ലഭിച്ച പണവുമായി സംഘം നേരെ പോയത് മൂന്നാറിലേക്ക്. CCTV ക്യാമറകളും ഫോണുകളും സമാന കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട ആളുകളെ നിരീക്ഷിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത്. കഴിഞ്ഞ ശനിയാഴ്ച 23-ാം ശനിയാഴ്ച രാത്രിയാണ് മോഷ്ടാക്കൾ കയറിയത്. വെളുപ്പിനെ 6 മണിക്കാണ് പത്രം ഇടാൻ വരുന്ന ചേട്ടനാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ തന്നെ അരമണിക്കൂറിനുള്ളിൽ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി അന്വേഷണം വളരെ ഊർജിതമാക്കി. ഡോഗ് സ്ക്വാഡ് വന്നിരുന്നു, ഫിംഗർ എക്സ്പേർട്ടുകൾ വന്നിരുന്നു, സൈബർ ഫോറൻസിക് വിഭാഗങ്ങൾ വന്നിരുന്നു. ആ എല്ലാ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചായിരുന്നു അന്വേഷണം നടത്തിയിരുന്നത്. അതിന് പ്രത്യേകം കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോടുള്ള നിസ്സീമമായ നന്ദി ഞാൻ ഏറെ സ്നേഹത്തോടെ രേഖപ്പെടുത്തുന്നു. വിനോദയാത്ര നടത്തുന്നതിനും ആഡംബര ജീവിതം നയിക്കുന്നതിനുമാണ് മോഷണം നടത്തിയതെന്നാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. സമീപകാലത്ത് നടന്ന പെട്ടിക്കടകളിലെ മോഷണങ്ങളിലും കിണറുകളിൽ നിന്ന് മോട്ടോറുകൾ കടത്തിക്കൊണ്ടുപോയ സംഭവങ്ങളിലും ഇവർ ഉൾപ്പെട്ടതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പിടിയിലാകുമ്പോൾ മോഷ്ടിച്ച ഒരു മോട്ടോറും ഇവരുടെ കാറിലുണ്ടായിരുന്നു. അറസ്റ്റിലായ അജിത്ത് പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് മറ്റൊരു മോഷണക്കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളയാളാണ്. മറ്റ് 2 പ്രതികളും കോളേജ് വിദ്യാർത്ഥികളാണ്. കാഞ്ഞിരപ്പള്ളി പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് പ്രതികളെ പിടികൂടിയത്. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.